ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു ചിക്കൻ ഫ്രൈ ആയാലോ? ഇവിടെ ഞാനിപ്പോൾ ഒരു 10-12 പീസോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഒരു 1/2 കിലോളം വരും. ഒരു ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. ഒരു മുട്ട എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പാൽ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്, അതുകൂടി പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടി ഇട്ട് കൊടുക്കാം. 3 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. ഇത് കശ്മീരി മുളക് പൊടിയല്ല, എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ടാൽ മതി. ഇത് ഒറിഗാനോ പൗഡറാണ്. ഇത് 1 ടീസ്പൂൺ ഇടുന്നുണ്ട്. ഇത് ഇല്ല എന്നുണ്ടെങ്കിൽ പെരിഞ്ജീരകം പൊടിച്ചത് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇത് കുറഞ്ഞത് 4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഫ്രീസറിൽ വെച്ചാലും കുഴപ്പമില്ല, പിന്നീട് തണുപ്പ് മാറ്റി എടുത്താൽ മതി. ഓവർനൈറ്റ് വെച്ചാലും നല്ലതാണ്. മസാലകളൊക്കെ ചിക്കനിൽ നന്നായി പിടിച്ച് കിട്ടും. ഇനി നമുക്ക് കോട്ടിംഗ് തയ്യാറാക്കണം. അതിനായി ഞാൻ 1 കപ്പ് മൈദമാവാണ് എടുത്തിട്ടുള്ളത്. ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 സ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. ഇത് 1 സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. കാശ്മീരി മുളക് പൊടിയാകുമ്പോൾ നിറം ഉണ്ടാകും, അധികം എരിവുണ്ടാവില്ല. ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ഇടാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇടാം. ഉപ്പൊക്കെ ഒരു പ്രത്യേക അളവില്ല, ഓരോരുത്തരുടെയും ആവശ്യത്തിനനുസരിച്ച് ഇട്ടാൽ മതി. ഇവിടെ ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ടത്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിതിപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ്. ഇപ്പോൾ പുറത്തെടുത്ത് വെച്ച് തണുപ്പൊക്കെ മാറ്റിയിട്ടുള്ളതാണ്. ഞാൻ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. ആദ്യം നമുക്ക് മാവിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇത് ഇനി വീണ്ടും ചിക്കൻ മസാലയിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി മാവിൽ കോട്ട് ചെയ്തെടുക്കണം. അങ്ങനെ 2 പ്രാവശ്യം നമ്മൾ കോട്ട് ചെയ്തിട്ടാണ് പൊരിച്ചെടുക്കുന്നത്. ഇതിനി എണ്ണയിൽ പൊരിച്ചെടുക്കാം. ഇതുപോലെ തന്നെ എല്ലാ ചിക്കൻ പീസസും ഇതുപോലെ പൊരിച്ചെടുക്കണം. ഇപ്പോൾ ചിക്കൻ്റെ ഒരു സൈഡൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. മറിച്ചിട്ട് കൊടുക്കാം. ഇത് ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും ആയിട്ട് വറുത്ത് കോരിയെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. അങ്ങനെ ഹൈ ഫ്ലെയിമിൽ വെച്ച് പോയാൽ നമ്മുടെ കോട്ടിംഗ് ഒക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുപോലെ തന്നെ ഉള്ളിലേക്ക് ചിക്കൻ വെന്ത് കിട്ടില്ല. അതൊന്ന് ശ്രദ്ധിക്കണം. ഫ്രൈ ആവാൻ ഒരുപാട് ടൈമൊന്നും എടുക്കില്ല, പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. നമ്മുടെ ചിക്കൻ എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കോരി മാറ്റാം. ബാക്കിയുള്ള ചിക്കൻ കൂടി ഞാൻ ഇതുപോലെ വറുത്ത് കോരി എടുക്കുന്നുണ്ട്. ഇപ്പോൾ മുഴുവൻ ചിക്കനും ഞാൻ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇതൊരു സർവിങ് ഡിഷിലേക്ക് മാറ്റാം. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം.
നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് പുതിയ വീഡിയോസ് ചെയ്യാൻ പ്രചോദനമാകുന്നത്. അതുകൊണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത ബെല്ലൈക്കണും ഓളും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം അപ്പോൾ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കും. അതുകൂടി ഒന്ന് മറക്കാതെ ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണാം.